നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പണത്തിന്റെ മൂല്യം അറിയാതെ നാം ജീവിക്കുമ്പോൾ ധനം നമ്മെ ഭരിക്കുന്നത് ഒരു തടവറയ്ക്ക് തുല്യമാണ്. ഈ വാക്യം അക്ഷരം പ്രതി ശരിവെക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സാമ്പത്തിക സുരക്ഷയും സ്വാതന്ത്ര്യവും ആഗ്രഹിക്കാത്തവരായി ആരുമുണ്ടാകില്ല. പക്ഷേ എങ്ങനെ അത് നേടിയെടുക്കും? ഇവിടെയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു മഹാഗുരുവിന്റെ ഉപദേശങ്ങൾക്ക് ഇന്നും പ്രസക്തിയേറുന്നത്. ആചാര്യ ചാണക്യൻ അദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം സമ്പത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് വിലമതിക്കാനാവാത്ത പാഠങ്ങൾ നൽകുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചാണക്യൻ ഊന്നിപ്പറഞ്ഞ പ്രധാനപ്പെട്ട സാമ്പത്തിക അച്ചടക്ക പാഠങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാം എന്ന് ഈ ഉപദേശങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. 1. സമ്പാദ്യം ഒരു ശീലമാക്കുക. ചാണക്യൻ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്ന് സമ്പാദ്യത്തിന്റെ പ്രാധാന്യമാണ്. അദ്ദേഹം പറയുന്നു, ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ നിക്ഷേപം ഇന്നത്തെ സമ്പാദ്യമാണ്. ഒരു മൺപാത്രം ഓരോ തുള്ളി വെള്ളം വീതം ശേഖരിക്കുന്നതുപോലെ ചെറിയ തുകകളായിട്ടാണെങ്കിലും സ്ഥിരമായി സമ്പാദിക്കാനാണ് ചാണക്യൻ ആവശ്യപ്പെടുന്നത്. ഒരു തുള്ളി വെള്ളം ഒരുപാടായി മാറുന്നതുപോലെ നിങ്ങളുടെ ചെറിയ സമ്പാദ്യങ്ങൾ ഒരു വലിയ നിധിശേഖരമായി മാറും. എന്തിനാണ് സമ്പാദ്യം? അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ, ഭാവിയിലെ ലക്ഷ്യങ്ങൾ നേടാൻ, സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ. വരുമാനം എത്ര കുറഞ്ഞാലും അതിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം മാറ്റിവെക്കുന്നത് ശീലമാക്കുക. ഇതാണ് സാമ്പത്തിക അച്ചടക്കത്തിന്റെ ആദ്യപടി. 2. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ ചാണക്യൻ ശക്തമായി നിർദ്ദേശിച്ചു. ആഡംബരങ്ങൾക്കും അനാവശ്യമായ ആഘോഷങ്ങൾക്കും പിന്നാലെ പോകുന്നത് ഒരു വ്യക്തിയുടെ സമ്പാദ്യത്തെ നശിപ്പിക്കും. നിങ്ങളുടെ ഓരോ ചെലവും ഒരു കടലാസിൽ രേഖപ്പെടുത്തുക. ഇത് നിങ്ങൾ പണം എവിടെയാണ് കൂടുതലായി ചിലവഴിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. ആവശ്യങ്ങൾ എന്താണെന്നും ആഗ്രഹങ്ങൾ എന്താണെന്നും തിരിച്ചറിയുക. ഓരോ ചെലവും അത്യാവശ്യമാണോ എന്ന് സ്വയം ചോദിക്കുക. നിങ്ങളുടെ വരുമാനം എങ്ങനെ ചിലവഴിക്കണം എന്നത് മുൻകൂട്ടി തീരുമാനിക്കുക. 3. കടം ഒരു കെണിയാണ്. കടം വാങ്ങേണ്ടി വരുന്നത് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമായിരിക്കണം. അനാവശ്യമായ കാര്യങ്ങൾക്കു വേണ്ടി കടം വാങ്ങുന്നത് സാമ്പത്തിക അടിമത്തത്തിലേക്ക് തള്ളിവിടും. കടം വാങ്ങിയാൽ അത് എത്രയും പെട്ടെന്ന് തിരിച്ചടയ്ക്കാൻ ശ്രമിക്കണം. കടം വാങ്ങുന്നതിന് മുൻപ് തിരിച്ചടയ്ക്കാനുള്ള നിങ്ങളുടെ ശേഷി എത്രയാണെന്ന് വിലയിരുത്തുക. ഉയർന്ന പലിശ നിരക്കിലുള്ള കടങ്ങൾ ആദ്യം തീർക്കാൻ ശ്രമിക്കുക. 4. അറിവോടെയുള്ള നിക്ഷേപം. വെറുതെ സമ്പാദിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, ആ സമ്പത്തിനെ വളർത്താനും ചാണക്യൻ പഠിപ്പിച്ചു. സമ്പത്തിനെ വളർത്താനുള്ള വഴികൾ കണ്ടെത്തുക, അല്ലെങ്കിൽ അത് നിശ്ചലമാകും. അതായത്, നിങ്ങളുടെ പണത്തെ മരവിപ്പിച്ച് വെക്കാതെ അതിനെ നിക്ഷേപങ്ങളിലൂടെയും ശരിയായ ധനവിനിയോഗത്തിലൂടെയും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. വിവിധ നിക്ഷേപ സാധ്യതകളെക്കുറിച്ച് പഠിക്കുക. സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടുക. ഒരു നിക്ഷേപം നടത്തുമ്പോൾ അതിന്റെ അപകടസാധ്യതകളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുക. ചുരുക്കി പറഞ്ഞാൽ, ചാണക്യന്റെ സാമ്പത്തിക അച്ചടക്ക പാഠങ്ങൾ കേവലം പണം സമ്പാദിക്കുന്നതിനെക്കുറിച്ചുള്ളതല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സാമ്പത്തിക സ്ഥിരതയും സമാധാനവും എങ്ങനെ നിലനിർത്താം എന്നതിനെക്കുറിച്ചാണ്. സമ്പാദ്യം ഒരു ശീലമാക്കുക, ധൂർത്ത് ഒഴിവാക്കുക, കടക്കെണിയിൽ നിന്ന് വിട്ടുനിൽക്കുക, അറിവോടെ നിക്ഷേപിക്കുക. ഈ 4 തത്വങ്ങളും നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെ മാറ്റിമറിക്കാൻ പോന്നതാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് ഒരു യാത്രയാണ്, അല്ലാതെ ഒറ്റരാത്രി കൊണ്ട് നേടുന്ന ഒന്നല്ല. ചാണക്യന്റെ ഈ ഉപദേശങ്ങൾ നിങ്ങളുടെ വഴികാട്ടിയാകട്ടെ.